നമസ്കാരം. മാസപ്പടി കേസിലെ ഇഡിയുടെ നിർണായക നീക്കം CMRL MD ശശിധരൻ കർത്തയ്ക്ക് തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നൽകിയ നിർദ്ദേശം ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി. തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് കേസിലെ ഹൈക്കോടതി വിധിയും ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. കെ ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന എം സ്വരാജിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി. ആരോപണം തെളിയിക്കാനായില്ല എന്ന് വിലയിരുത്തിയാണ് കോടതി നടപടി. കോടതി അനുമതി നൽകിയതോടെ സംസ്ഥാനത്ത് നാളെ മുതൽ വിഷുച്ചന്ത തുടങ്ങും. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകൾ വിശദമായി പരിശോധിക്കാം. ആദ്യ വാർത്തയിലേക്ക്. മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്തയ്ക്ക് ഇഡി നോട്ടീസ്. തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണം. ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഇതിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം പോകുന്നു എന്നതിന്റെ സൂചനയായി ഇപ്പോഴത്തെ ഈ ചോദ്യം ചെയ്യൽ നോട്ടീസിനെ കാണാൻ കഴിയുമോ? തീർച്ചയായും ഇതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ കഴിഞ്ഞ ദിവസം CMRLലെ ഫിനാൻസ് വിഭാഗം ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് നൽകിയിരുന്നു. അതിന്റെ തൊട്ട് പിന്നാലെയാണ് അതിന്റെ MDക്ക് ഇന്നിപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. CMRL MD ശശിധരൻ കർത്തയോട് തിങ്കളാഴ്ച 10:30 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ആവശ്യമായ രേഖകൾ അവിടെ എത്തിക്കണം എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. CMRL മുഖ്യമന്ത്രിയുടെ മകൾ അടക്കം നിരവധി പേർക്ക്, രാഷ്ട്രീയക്കാർ, സ്ഥാപനങ്ങൾ, സംഘടനകൾ എന്നിവർക്ക് പണം നൽകിയിട്ടുണ്ട് എന്ന് ഏറെക്കുറെ തെളിവുകൾ കിട്ടി എന്നുള്ളതാണ് ED അവകാശപ്പെടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ CMRLൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർന്ന് മറ്റുള്ളവർക്ക് നോട്ടീസ് കൊടുക്കുന്നത്. അതിൽ മുഖ്യമന്ത്രിയുടെ മകൾ, എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, അതോടൊപ്പം KSEDCയിലെ ചില ഉദ്യോഗസ്ഥർ, അങ്ങനെ നിരവധി പേർക്ക് നോട്ടീസ് പോകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യപടിയാണ് നിലവിലിപ്പോൾ ഈ CMRLന്റെ MDക്ക് നോട്ടീസ് നൽകിയിട്ടുള്ളത്. CMRL MD ശശിധരൻ കർത്തയ്ക്ക് തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മാസപ്പടി കേസിൽ ED നോട്ടീസ് നൽകിയത്. ഇനി തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്ന് പ്രധാനപ്പെട്ട വിധിന്യായം പുറത്തുവന്നു. ആ വാർത്തയിലേക്ക് ഇനി. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് കേസിൽ MLA കെ ബാബുവിന് ആശ്വാസം. തെരഞ്ഞെടുപ്പ് ഫലം അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് LDF സ്ഥാനാർത്ഥിയായിരുന്ന എം സ്വരാജ് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. കെ ബാബു മതചിഹ്നം ഉപയോഗിച്ച് വോട്ട് തേടിയെന്നായിരുന്നു എം സ്വരാജിന്റെ പരാതി. ആരോപണം അടിസ്ഥാനരഹിതമെന്ന് തെളിഞ്ഞെന്നും ഇനിയെങ്കിലും അനാവശ്യ നിയമവ്യവഹാരങ്ങൾ ഒഴിവാക്കണമെന്നും കെ ബാബു പ്രതികരിച്ചു. വളരെ സന്തോഷം. ആ തെരഞ്ഞെടുപ്പ് വിധി അസാധുവാക്കണമെന്നും LDF സ്ഥാനാർത്ഥിയെ വിജയിയാക്കണമെന്ന് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ കേരള ഹൈക്കോടതിയെ സമീപിച്ചത്. ആ കേസ് ഇന്നിപ്പോൾ കോടതി വിധിയായി. വിധിയുടെ വിശദവിവരങ്ങൾ ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നായാലും അവരുടെ കേസ് തള്ളി ആ പ്രശ്നം അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നീതിന്യായ കോടതിയിൽ നിന്ന് സത്യം കണ്ടെത്തിയിരിക്കുകയാണ്. ഇനിയെങ്കിലും ഈ അനാവശ്യ വ്യവഹാരങ്ങൾ അവസാനിപ്പിച്ച് കോടതി വിധിയും അതുപോലെ തന്നെ ജനങ്ങളുടെ വിധിയെഴുത്തും മാനിക്കാൻ ഇടതുപക്ഷ മുന്നണിയും ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയും തയ്യാറാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. താൻ ഉന്നയിച്ച പരാതിയിൽ കഴമ്പുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥിരീകരിച്ചിട്ടുള്ളതാണെന്ന് എം സ്വരാജ് പറഞ്ഞു. ഹൈക്കോടതിയുടെ വിധി സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും. വിശദാംശങ്ങൾ ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും എം സ്വരാജ് പ്രതികരിച്ചു. ഈ വിധി നമ്മുടെ സമൂഹത്തിൽ നൽകുന്ന തെറ്റായ സന്ദേശം, ഓരോ പ്രദേശത്തെയും വിശ്വാസികളായ ജനങ്ങൾ അവർ ആരാധിക്കുന്ന ഈശ്വരമൂർത്തികൾ, സങ്കല്പങ്ങൾ, ആ ഈശ്വര സങ്കല്പങ്ങൾ, ആ ബിംബങ്ങൾ സ്ലിപ്പിൽ വരെ അച്ചടിച്ച് അത് വിതരണം ചെയ്താലും കുഴപ്പമൊന്നുമില്ല എന്ന തോന്നൽ ഈ വിധി സമൂഹത്തിൽ പകർന്നു നൽകും. ഇത് ഈ തെറ്റായ സന്ദേശം സമൂഹത്തിൽ പ്രചരിക്കപ്പെടുന്നത് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്നതാണ്. അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. വക്കീലുമായിട്ട് ആലോചിച്ചിട്ട് അപ്പീൽ ഉൾപ്പെടെയുള്ള തുടർ നിയമ നടപടികളെ കുറിച്ച് തീരുമാനിക്കും. വിധി എതിരായി വരുമ്പോൾ നമ്മൾ കോടതിയെ കുറിച്ച് വിമർശിക്കുന്ന ഉചിതവുമല്ല. പക്ഷെ വിധി വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ശ്രീകാന്ത് ഉണ്ട്. ശ്രീകാന്ത്,
മതചിഹ്നം ഉപയോഗിച്ച് വോട്ട് തേടി എന്നുള്ള ഗുരുതര ആരോപണമാണല്ലോ എം സ്വരാജ് ഉന്നയിച്ചത്. പക്ഷേ അതിന് തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി പറയുമ്പോൾ അത് സ്വരാജിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ്. ഒപ്പം സാക്ഷികളുമായി ബന്ധപ്പെട്ട് അവരുടെ മൊഴികളുമായി ബന്ധപ്പെട്ടൊക്കെ ഈ വിധിന്യായത്തിൽ വിശദമായി പറയുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് ജസ്റ്റിസ് PG അജിത് കുമാറിന്റെ ബെഞ്ചാണ് ഏറെ പ്രധാനപ്പെട്ട ഈ വിധി പുറപ്പെടുവിക്കുകയുണ്ടായത്. കെ ബാബുവിന് ആശ്വാസം നൽകുന്നതാണ് വിധി. അദ്ദേഹത്തിന് MLA ആയി തുടരാം എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. അതിൽ കോടതി ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങൾ പ്രസക്തമാണ്. അതായത് ഈ സാക്ഷിമൊഴികൾ എല്ലാം പൂർണ്ണമായ അർത്ഥത്തിൽ അത് ശരിയായുള്ളതല്ല. മാത്രമല്ല ഈ ഹാജരാക്കിയിട്ടുള്ള തെളിവുകളൊന്നും തന്നെ അത് കൃത്യമായി ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ല തുടങ്ങിയ നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും വരികയും ചെയ്തിട്ടുണ്ട്. സാക്ഷിമൊഴികൾ മാത്രം വെച്ച് ഈ കേസിൽ അനുകൂലമായൊരു വിധി പ്രസ്താവം നടത്താൻ സാധിക്കില്ല എന്നുകൂടി കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സാക്ഷികളെ എം സ്വരാജ് ഹാജരാക്കിയ സാക്ഷികളെ വിശ്വാസത്തിലെടുക്കാനാകില്ല എന്നും കോടതി തുറന്നു പറയുകയും ചെയ്തു ഈ വിധി പ്രസ്താവത്തിലൂടെ. അതായത് എം സ്വരാജിന് മേൽക്കോടതിയെ അപ്പീലുമായി സമീപിക്കാം എന്നത് മാത്രമാണ് ഇനി മുന്നിലുള്ള പോംവഴി. കെ ബാബുവിനെ സംബന്ധിച്ച് ആശ്വാസം നൽകുന്ന വിധി. ശ്രീകാന്ത്, ഇതിനു മുൻപും കോടതിയിൽ വന്നിട്ടുള്ള കേസാണ്. അതിൽ ഹൈക്കോടതിയിലേക്കൊക്കെ തടസ്സ ഹർജിയുമായി കെ ബാബു പോകുന്നു. പിന്നീട് അത് തള്ളുമ്പോൾ സുപ്രീം കോടതിയിലേക്കൊക്കെ കെ ബാബു പോയിട്ടുള്ളതാണ്. പക്ഷേ എപ്പോഴും ഇവിടെ അടിസ്ഥാനപരമായി ഹാജരാക്കേണ്ട തെളിവില്ല എന്ന് കോടതി പറയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതിൽ കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: അയ്യപ്പന്റെ ചിത്രമുള്ള സ്ലിപ്പുകൾ വിതരണം ചെയ്തതിന് തെളിവില്ല. സ്ലിപ്പുകൾ വിതരണം ചെയ്തു എന്ന് സംശയാതീതമായി തെളിയിക്കാൻ സാക്ഷിമൊഴികൾ പര്യാപ്തമല്ല. കെ ബാബു തെരഞ്ഞെടുപ്പ് ക്രമക്കേട് നടത്തിയെന്ന് തെളിയിക്കാൻ സ്വരാജിന് സാധിച്ചില്ല എന്നിങ്ങനെ പോകുന്നു കോടതിയുടെ പരാമർശങ്ങൾ. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ബോധ്യപ്പെടുത്തി എന്ന് പറയുന്ന കാര്യങ്ങൾ നേരെ മറിച്ച് കോടതിയിലേക്ക് എത്തുമ്പോൾ അത് സംശയലേശമന്യേ കോടതിയെ ബോധ്യപ്പെടുത്താൻ എം സ്വരാജിന് സാധിച്ചില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്. കെ ബാബു ആദ്യഘട്ടം മുതൽ വാദിക്കുന്നത് ഇത് വ്യാജ നിർമ്മിതിയാണ്, ഇത് LDF തനിക്കെതിരെ ഉപയോഗിക്കുന്ന വ്യാജ തെളിവുകളാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. അത് അദ്ദേഹത്തിന് അവിടെ സ്ഥാപിച്ചെടുക്കാൻ സാധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിലെ സാക്ഷിമൊഴികൾ, പരമാവധി സാക്ഷിമൊഴികൾ അനുകൂലമാക്കാൻ കെ ബാബുവിന് സാധിക്കുകയും ചെയ്തു. തൃപ്പൂണിത്തുറ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിലാണ് കെ ബാബുവിന് MLA ആയി തുടരാമെന്ന തരത്തിൽ ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചത്. എം സ്വരാജ് മേൽക്കോടതിയിൽ അപ്പീൽ നൽകും. ഹൈക്കോടതി അനുമതി നൽകിയതിന് പിന്നാലെ വിഷുച്ചന്തകൾ തുടങ്ങാൻ നീക്കവുമായി കൺസ്യൂമർ ഫെഡ്. സംസ്ഥാനത്തെ 300ഓളം ഔട്ട്ലെറ്റുകളിൽ വിഷുച്ചന്ത തുടങ്ങും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നിഷേധിച്ചതിനെതിരെ കൺസ്യൂമർ ഫെഡ് ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല വിധി നേടുകയായിരുന്നു. ഉത്സവ ചന്തകൾ വോട്ട് പിടിക്കാൻ ആകരുതെന്നും പെരുമാറ്റച്ചട്ടം ലംഘിച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടാമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. സാധാരണക്കാരന് വിധി ആശ്വാസമാകുമെന്ന് മന്ത്രി PN വാസവൻ പ്രതികരിച്ചു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധി സ്വാഗതം ചെയ്തു. ജനങ്ങൾക്കൊരു ആശ്വാസമാണ്. അതാണ് ഇത്. ഞങ്ങൾക്ക് മറ്റേത് തരത്തിൽ പറഞ്ഞാലും വിലക്കയറ്റം രൂക്ഷമായി വരുന്ന ഘട്ടത്തിൽ 13 ഇനങ്ങൾക്ക് കഴിഞ്ഞ 7 വർഷമായി മര്യാദ വിലയ്ക്ക് ഈ സാധനങ്ങൾ കൊടുക്കുകയാണ്. ഒരു 40% വരെ ഓപ്പൺ മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ വില കുറച്ച് കൊടുക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഈ ചന്തകളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കാറില്ല, അതിലിടപെടാറില്ല, അതിൽ രാഷ്ട്രീയ പാർട്ടികളാരും ഉണ്ടാവാറില്ല. ജീവനക്കാരാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വെച്ചിട്ടുള്ള ഉപാധികളൊക്കെ തന്നെ മാനിച്ചുകൊണ്ട് തന്നെ ഈ ഉത്സവ ചന്ത നടത്താൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഇന്ന് തന്നെ തുടങ്ങും. കോടതി ഉത്തരവിന് പിന്നാലെ ചന്തകൾ നാളെ മുതൽ തുടങ്ങാനാണ് കൺസ്യൂമർ ഫെഡിന്റെ തീരുമാനം. ഗോഡൌണുകളിൽ സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ടെന്നും ജനങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ ചന്ത മാറുമെന്നും കൺസ്യൂമർ ഫെഡ് ചെയർമാൻ A മെഹബൂബ് പറഞ്ഞു. വളരെ കൃത്യമായി പറഞ്ഞാൽ ജനങ്ങളെ ദ്രോഹിക്കുക എന്ന സമീപനം, അത് കേരളീയ ജനങ്ങളെ, മലയാളികളെ ദ്രോഹിക്കുക എന്ന സമീപനത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ രാഷ്ട്രീയം, ദുഷ്ടലാക്കോടുകൂടിയുള്ള രാഷ്ട്രീയം, ആ രാഷ്ട്രീയം പ്രതിഫലിച്ചതിന് ഉള്ള തിരിച്ചടിയായി ഈ കോടതി വിധിയെ കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എന്ന നിലയിൽ ഞാൻ കാണുക. അതിയായ സന്തോഷമുണ്ട്. സബ്സിഡി റേറ്റിൽ കൊടുക്കുന്ന 13 ഇനം സാധനങ്ങൾ ഇത് നാളെ ഉച്ചയോടുകൂടി തന്നെ വിതരണം ആരംഭിക്കും. എബിൻ ജോസ് വിവരങ്ങളുമായി. എബിൻ, ഇത് കൃത്യമായി കോടതി ചോദിക്കുന്നൊരു ചോദ്യം, ഇത് തുടങ്ങുന്ന സമയം അതിൽ സംശയമുണ്ട് എന്ന് കോടതി പറയുന്നുണ്ട്. ഒപ്പം ജനങ്ങളുടെ ആവശ്യമാണ് എന്നുള്ളത്, അത് വോട്ട് പിടിക്കാനാകരുത് ഇത്തരം സംവിധാനങ്ങൾ എന്ന കർശന ഉപാധി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് കോടതി അനുമതി നൽകിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ മുതൽ ഈ ചന്തകൾ ആരംഭിക്കുകയാണത്. എത്ര ദിവസമുണ്ടാകും? ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായൊരു തീരുമാനമാണല്ലോ.
അനുജ, സർക്കാരിനും ജനങ്ങൾക്കും ഒരുപോലെ ആശ്വാസമായ ഒരു ഉത്തരവാണ് ഇന്ന് ഈ കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. നേരത്തെ ഇത് വോട്ടർമാരെ സ്വാധീനിക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ചന്തകൾക്ക് അനുമതി നിഷേധിച്ചത്. എന്നാൽ കൺസ്യൂമർ ഫെഡ് കോടതിയിൽ ഹർജി നൽകുകയും ഈ വിശദമായ വാദം കേട്ടതിന് ശേഷമാണ് കോടതി ഉത്തരവ് നൽകിയിരിക്കുന്നത്. അതായത് ഏതെങ്കിലും തരത്തിൽ പരസ്യ പ്രചാരണങ്ങളോ അതായത് ഉദ്ഘാടനങ്ങളോ പരസ്യങ്ങളോ ഈ ചന്ത ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ പാടില്ല എന്ന ഉപാധികൾ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. പൊതുജന താല്പര്യവും അതോടൊപ്പം തന്നെ ഈ സ്റ്റോക്കുകളെല്ലാം നേരത്തെ തന്നെ എടുത്തു കഴിഞ്ഞു എന്നുള്ള സർക്കാരിൻ്റെ വാദവും കണക്കിലെടുത്താണ് ഇതിൽ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. നാളെ ഉച്ചയോടുകൂടി 300ഓളം ഔട്ട്ലെറ്റുകളിൽ ഈ ചന്തകൾ ആരംഭിക്കുമെന്നാണ് കൺസ്യൂമർ ഫെഡ് അറിയിച്ചിട്ടുള്ളത്. 13 ഇന സാധനങ്ങൾ ഉണ്ടാവും. അതോടൊപ്പം തന്നെ എല്ലാ സ്റ്റോക്കുകളും നേരത്തെ തന്നെ എടുത്തിട്ടുണ്ടെന്നും കൺസ്യൂമർ ഫെഡ് അറിയിക്കുന്നുണ്ട്. അനുജ, നാളെ മുതൽ വിഷുചന്ത തുടങ്ങും. 13 സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ ജനങ്ങൾക്ക് ലഭ്യമാകും. ഇന്ന് സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റം ചർച്ചയാക്കി BJP. സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്ന് മാറ്റണമെന്നാണ് NDA സ്ഥാനാർത്ഥി K. സുരേന്ദ്രന്റെ വാദം. സുൽത്താൻ ബത്തേരി എന്ന പേര് അധിനിവേശത്തിന്റെ ഭാഗമായി വന്നതാണെന്ന് K. സുരേന്ദ്രൻ പറഞ്ഞു. അതിലെന്താണ് ഒരു പുതിയ കാര്യമല്ലെന്ന്. ടിപ്പു സുൽത്താൻ വരുന്നതിന് മുമ്പ് അവിടെ സ്ഥലം ഉണ്ടായിരുന്നില്ലേ? ടിപ്പു സുൽത്താൻ വരുന്നതിന് വേണ്ടി അവിടെ ആ ക്ഷേത്രം ഉണ്ടായിരുന്നില്ലേ? ടിപ്പു സുൽത്താൻ വരുന്നതിന് മുമ്പ് ആക്രമിക്കുന്നതിന് മുമ്പ് അവിടുത്തെ ജനങ്ങളുണ്ടായിരുന്നില്ലേ? ആ സ്ഥലത്തിനൊരു പേരുണ്ടായിരുന്നില്ലേ? എന്താണ് ടിപ്പു സുൽത്താൻ അവിടെ വയനാട്ടുകാർക്ക് പ്രാധാന്യം? ആ സ്ഥലത്തിൻ്റെ പേര് ഗണപതി വട്ടം എന്നായിരുന്നു. അതേ ഞാൻ പറഞ്ഞുള്ളൂ. എന്തിനാണ് UDF-ഉം LDF-ഉം ടിപ്പു സുൽത്താൻ്റെ പിന്നാലെ പോകുന്നത്? ടിപ്പു സുൽത്താൻ മലയാളികൾക്ക് കേരളീയർക്ക് വേണ്ടപ്പെട്ട ആളാണോ? വയനാട്ടിൽ K. സുരേന്ദ്രൻ ജയിക്കില്ലെന്നും പേരുമാറ്റം അസാധ്യമെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. K. സുരേന്ദ്രന് വയനാട്ടിൽ 1 ലക്ഷം വോട്ട് പോലും കിട്ടില്ലെന്ന് T. സിദ്ദിഖ് MLA പരിഹസിച്ചു. പേരുമാറ്റം ഫാസിസത്തിന്റെ ഭാഗമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനും പ്രതികരിച്ചു. ഇത് കേരളമാണല്ലോ. അല്ല, ഇവിടെ അത് നിങ്ങൾക്ക് തന്നെ അറിയാലോ, സാധ്യത ഇല്ലാത്തുള്ളത്. ജയിക്കാനും സാധ്യതയില്ല, മാറ്റാനും സാധ്യതയില്ല. സുരേന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പിൽ 3-ാം സ്ഥാനത്താണ്. അദ്ദേഹം 1 ലക്ഷം വോട്ട് പോലും തയ്ക്കുമോ എന്നുള്ളത് പോലും നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട. അതുപോലും തയ്ക്കാൻ പറ്റില്ല. കഴിഞ്ഞ തവണത്തേക്കാൾ ക്ഷീണമായിരിക്കും NDAയുടെ സ്ഥിതി. വയനാട് വെറുപ്പിന്റെ കമ്പോളമല്ല, വയനാട് സ്നേഹത്തിന്റെ കമ്പോളാണ്. വിഭാഗീയതയുടെ അപകടത്തിന്റെ വിത്ത് ഈ മണ്ണിൽ ഒരു ചെറിയ അംശം പോലും ഉണ്ടാക്കാൻ സുരേന്ദ്രനല്ല, അദ്ദേഹത്തിന്റെ വലിയ മുതലാളി മോഡി പോലും ശ്രമിച്ചാൽ ഈ മണ്ണിൽ നടക്കില്ല. ഹിസ്റ്ററിയിൽ അവർ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമം നടത്തിയിട്ടുണ്ട്, ചിലത് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ആ ഏർപ്പാട്, ആ പരിപ്പ് വയനാടിന്റെ ചട്ടിയിൽ വേവുന്ന പരിപ്പല്ല. ഇവിടുത്തെ ജനം അതിനെ പുച്ഛിച്ചു തള്ളുകയാണ്. സുരേന്ദ്രൻ്റെ ഒരു ആഗ്രഹം ഇങ്ങനെ ഇന്ത്യയിലെ പുരാണ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള പേര് നൽകാനും ചരിത്രപരമായ പേരുകൾ ഒഴിവാക്കാനുമുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഫാസിസത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ്. ഫാസിസം വരുമ്പോഴേ ചിലപ്പോൾ വരും. ജയിച്ചാൽ നടക്കൂല, ഫാസിസം വരണം. അല്ലാണ്ട് വെറുതെ ജയിച്ചു എന്നുള്ളതൊന്നും നടക്കാൻ പോകുന്നില്ല. നടക്കാത്ത കാര്യം ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇതൊന്നും വില പോകില്ല. ഒരു ഗണപതി വട്ടമൊന്നും വില പോകില്ല. സുർജിത്ത് അയ്യപ്പത്താണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സുർജിത്ത്, ഒരു പേരുമാറ്റമാണോ ഇപ്പോൾ വയനാട്ടിൽ ഏറ്റവും പുതിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായി മാറിയിട്ടുള്ളത്? ഈ വിഷയത്തിൽ LDF-ഉം UDF-ഉം ഒന്നിക്കുന്ന കാഴ്ച കൂടി കാണാൻ കഴിയുന്നുണ്ടല്ലോ. സുൽത്താൻ ബത്തേരിയുടെ പേരുമാറ്റമാണ് ഇപ്പോൾ വയനാട്ടിലെ പുതിയ ചർച്ചാ വിഷയം. ഗണപതി വട്ടം എന്ന പേരാക്കി മാറ്റും ജയിച്ചാൽ എന്നുള്ളതാണ് K. സുരേന്ദ്രൻ പറയുന്നത്. എന്നാൽ അതിനെ ഒരുമിച്ച് എതിർക്കുന്ന കാഴ്ച LDF-ഉം UDF-ഉം എതിർക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. സുർജിത്ത്, കേൾക്കാമോ? അനുജ, ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുന്നു ഈ ഗണപതി വട്ടം എന്നുള്ളത്. ഒരുപക്ഷെ പ്രചാരണം പോലും ആ നിലയിലേക്ക് ചുറ്റിത്തിരിയുന്ന വിധത്തിലാണ് ഇന്നത്തെ പ്രതികരണങ്ങൾ വന്നിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഇതിനെ എതിർപ്പ് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടെത്തിയത് T. സിദ്ദിഖ് MLA-യുടെ ഭാഗത്തു നിന്നാണ്. കേവലം അത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയുള്ള ഇടപെടലാണ്. അത്തരം വിഭാഗീയ ശ്രമങ്ങളിൽ വയനാട്ടുകാരും തന്നെ വീഴില്ല എന്നുള്ളതാണ് T. സിദ്ദിഖ് പറഞ്ഞത്. ഇത് ആവർത്തിക്കുകയാണ് ഈ നഗരസഭാ ചെയർമാൻ കൂടിയായിട്ടുള്ള TK രമേശ്. ഒപ്പം തന്നെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളുടെ എല്ലാം തന്നെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നു. അതായത് MV ഗോവിന്ദൻ മാസ്റ്ററും ബിനോയ് വിശ്വവും PK കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ള നേതാക്കൾ ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് എത്തുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ ഈ വിഷയം ഒരു രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്താനുള്ള ശ്രമമാണ് BJP-യുടെ ഭാഗത്തുനിന്നുള്ളത്. നാളെ ഈ ഗണപതി ക്ഷേത്രം, അതായത് ബത്തേരിയിലെ ഗണപതി ക്ഷേത്രത്തിന് സമീപത്താണ് വാർത്താ സമ്മേളനം വെച്ചിട്ടുള്ളത്. ഈ നാളെ 10:30 ഗണപതി ക്ഷേത്രം പരിസരത്ത് വെച്ച് K. സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുമെന്നുള്ള അറിയിപ്പാണ് വന്നിട്ടുള്ളത്. അതിനർത്ഥം ഈ വിഷയം ഒരു രാഷ്ട്രീയ വിഷയമാക്കി തന്നെ നിലനിർത്താനുള്ള
ഒരു ശ്രമമാണ് BJP-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നാളെയും ഇത് ആവർത്തിക്കാനാണ് സാധ്യത. ഇതിന്റെ ചരിത്രപരമായ വിഷയങ്ങൾ പരിശോധിക്കുമ്പോൾ നേരത്തെ കന്നഡു ബീഡു വീതി എന്ന് പറയുന്ന ഒരു പ്രദേശമായിരുന്നു ഇത്. അതിനും ശേഷമാണ് കുംഭർനാട് രാജവംശത്തിന്റെ കീഴിൽ ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത്. ഗണപതി വട്ടം എന്നുള്ള പേര്, അമ്പലവും അതിന് ചുറ്റും കുംഭർനാട് രാജവംശമാണ് ഇത് സ്ഥാപിച്ചത്. അങ്ങനെ ചരിത്രപരമായ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. എന്തായാലും ഈ വിഷയം രാഷ്ട്രീയ വിവാദമായി ആ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയം കൂടി ആക്കി BJP മാറ്റിയിട്ടുള്ളത്. തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ വക്കീൽ നോട്ടീസിന് മറുപടി നൽകി ഡോക്ടർ ശശി തരൂർ. മനഃപൂർവ്വം അപകീർത്തികരമായ ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല. രാജീവ് ചന്ദ്രശേഖറിനെതിരെ വ്യാജ പ്രചാരണം നടത്തുന്നുവെന്ന ആരോപണം ഭാവനയിൽ മെനഞ്ഞതെന്നും ശശി തരൂർ പറയുന്നു. ഡോക്ടർ ശശി തരൂരിന്റെ വിവാദ പ്രസ്താവന 24-ന്റെ അഭിമുഖത്തിലായിരുന്നു. AV ജയശങ്കർ വിവരങ്ങളുമായി. ജയശങ്കർ, അല്പസമയം മുൻപ് പോലും ഡോക്ടർ ശശി തരൂർ ഇങ്ങനെ ഒരു വക്കീൽ നോട്ടീസ് കിട്ടിയിട്ടില്ല, ഏത് അഡ്രസ്സിലേക്കാണ് അദ്ദേഹം അയച്ചത് എന്നറിയില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം മറുപടി നൽകുമ്പോൾ അതിൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? രാജീവ് ചന്ദ്രശേഖറിന്റെ വക്കീൽ നോട്ടീസിന് മറുപടി നൽകിയിരിക്കുകയാണ് ഡോക്ടർ ശശി തരൂർ. ജയശങ്കർ, കേൾക്കാമോ? അല്പസമയം മുമ്പാണ് ശശി തരൂർ ഈ വക്കീൽ നോട്ടീസിന് മറുപടി നൽകുന്നത്. ഈ മറുപടിയിൽ കൃത്യമായി രാജീവ് ചന്ദ്രശേഖർ ഉന്നയിക്കുന്ന എല്ലാ ആരോപണങ്ങളെയും തരൂർ നിഷേധിക്കുകയാണ്. മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ഒരു പ്രസ്താവനയും തൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. അത്തരത്തിലൊരു പ്രതികരണം താൻ നടത്തിയിട്ടില്ല. പണം നൽകി സഭകളെ ഉൾപ്പെടെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം ശരിയല്ല. അത്തരത്തിലൊരു പ്രസ്താവന തൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. രാജീവ് ചന്ദ്രശേഖറിനെതിരെ താൻ തുടരെ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്ന ആരോപണം വെറും ഭാവന മാത്രമാണെന്ന ശശി തരൂർ പറഞ്ഞു വെക്കുന്നു. അത്തരത്തിൽ എല്ലാ തരത്തിലും രാജീവ് ചന്ദ്രശേഖർ അയച്ച വക്കീൽ നോട്ടീസിനെ തള്ളുന്ന തരത്തിലാണ് ശശി തരൂർ മറുപടി നൽകിയത്. അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ച ഘട്ടത്തിൽ പോലും അദ്ദേഹം പറഞ്ഞത് താൻ നൽകിയ അഭിമുഖത്തിൽ 24 നൽകിയ അഭിമുഖത്തിൽ എവിടെയും രാജീവ് ചന്ദ്രശേഖറിന്റെ പേരോ പാർട്ടിയോ ഒന്നും തന്നെ പരാമർശിച്ചിട്ടില്ല. പങ്കുവച്ചത് കേട്ട കാര്യങ്ങൾ. രാജീവ് ചന്ദ്രശേഖറിന്റെ വക്കീൽ നോട്ടീസിന് ഡോക്ടർ ശശി തരൂർ മറുപടി നൽകി. ഇനി സ്ഥാനാർത്ഥികൾ പറയുന്നത് എന്ത് എന്നത് കേൾക്കാം. ഫോട്ടോഗ്രാഫിലേക്ക്. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് ഫോട്ടോഗ്രാഫ് സമർപ്പിക്കുന്നത് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. മലനാടും ഇടനാടും തീരപ്രദേശവും ചേർന്ന കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ വികസനം മുൻനിർത്തിയുള്ള ചർച്ചകളാണ് സ്ഥാനാർത്ഥികൾ നടത്തുന്നത്. റെയിൽ, റോഡ് ഗതാഗത നവീകരണവും ടൂറിസവും വനിതാ ശാക്തീകരണ പദ്ധതികളും മണ്ഡലത്തിൽ നടപ്പിലാക്കുമെന്ന് 3 പ്രമുഖ സ്ഥാനാർത്ഥികളും വോട്ടർമാർക്ക് ഉറപ്പ് നൽകുന്നു. കൊല്ലത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇനി ഫോക്കസ് ചെയ്യേണ്ടുന്നൊരു വിഷയം ടൂറിസം മേഖലയുടെ ഡെവലപ്മെൻറ്റാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, പിന്നെ എൻ്റെ മനസ്സിലുള്ള ഐഡിയാസ് നമുക്കറിയാം, കേന്ദ്രം നമുക്ക് കൂടി സ്വാധീനമുള്ള അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യവസായ കരിമണൽ വ്യവസായ മേഖലയാണ്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന വ്യാവസായിക സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള ഒരു പരിശ്രമമാണ് സത്യത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് നേരത്തെ പറഞ്ഞ പൊതുമേഖലയോടുള്ള താല്പര്യക്കുറവ് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ കേന്ദ്രീയ വിദ്യാലയം, ഒരു കേന്ദ്രീയ വിദ്യാലയം കൂടി കിഴക്കൻ മേഖലയിൽ, പ്രത്യേകിച്ചും പുനലൂർ മേഖലയിൽ ഒരു കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ എല്ലാ സാധ്യതകളുമുണ്ട്. അത്തരത്തിൽ വ്യാവസായിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വികസനം എന്ന് പറയുന്നത് റോഡും തോടും പാലവും മാത്രമല്ല, കശുവണ്ടി വ്യവസായ മേഖല, ഒരു സമഗ്രമായ പുനരുദ്ധാരണ പാക്കേജ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സംയുക്ത സാമ്പത്തിക പങ്കാളിത്തത്തോടു കൂടിയിട്ടുള്ള ഒരു കശുവണ്ടി പുനരുദ്ധാരണ പാക്കേജ് സത്യത്തിൽ ദീർഘകാലമായി നിരന്തരമായി ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കൊല്ലത്ത് 40 വർഷത്തോളം അടഞ്ഞുകിടന്ന ഒരു ബൈപ്പാസ് അല്ലെങ്കിൽ ഹൈവേ എന്ന് പറയുന്നത് 2014 അത് പണി ആരംഭിച്ചു, പണി കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ 2ാം ഘട്ടം 4 വരി പാത പണി നടക്കുന്നു. ഞാൻ പറയുന്നത് ചെയ്യുമ്പോൾ ഇങ്ങനെ വേണം ചെയ്യാൻ. അതായത് പൻവേൽ മുതൽ കന്യാകുമാരി വരെയാണ് റോഡ് വരുന്നത്. നമുക്ക് ഈ ഭാരതത്തെ ഒന്നായിട്ട് കാണാൻ ഇന്ന് വരെ ഒരു പ്രധാനമന്ത്രിക്കും കഴിഞ്ഞിട്ടില്ല. അതാണ് ശ്രീ നരേന്ദ്രമോദിയുടെ പ്രത്യേകത. ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ നവീകരണ പ്രവർത്തനം നടക്കുന്നു 390 കോടി രൂപയുടെ. ഇതെന്തുകൊണ്ട് മുൻപ് നടന്നില്ല? അപ്പോൾ ബേസിക് ഒരു സ്ഥലത്തിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ വികസനം എന്ന് വെച്ചാൽ അടിസ്ഥാന വികസനം, അതായത് കണക്ടിവിറ്റി എന്നൊരു സാധനമുണ്ട്. ഇപ്പോൾ ശ്രീ നരേന്ദ്രമോദി കാണുന്ന എന്താണ്? ഭാരതത്തെ ലോകത്ത് 1ാം സ്ഥാനത്തെത്തിക്കുക എല്ലാ മേഖലകളിലും. വരും തലമുറയ്ക്ക് എന്തു വേണം?
നരേന്ദ്രമോദി ഇത് മുഴുവൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അതാത് സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയെ വിജയിപ്പിക്കുക, അദ്ദേഹം സ്വപ്നം കണ്ട ആ വിജയം അതുപോലെ പ്രാവർത്തികമാക്കാൻ കൊല്ലത്ത് ഞാൻ നിങ്ങളുടെ ഒപ്പമുണ്ട്. നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി കൂടെയുണ്ട്. കൃഷ്ണകുമാർ. ഇന്നത് എന്നല്ല, എന്തെല്ലാം എന്നുള്ളതാണ് പ്രധാനം. നമ്മൾ അങ്ങനെ ഇപ്പം ഞാൻ MLA ആയിട്ട് നിന്നപ്പോഴത്തേക്കും പലരും എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചു, കൊല്ലത്ത് പ്രഥമ ദൃഷ്ട്യ എന്താണ് ചെയ്യാൻ പോകുന്നത്? അങ്ങനെ പ്രഥമ ദൃഷ്ട്യ ഇല്ല. ഇപ്പോൾ 1748 കോടി രൂപയുടെ വികസനം കൊല്ലം മണ്ഡലത്തിൽ കൊണ്ടുവരാൻ സാധിച്ചത് ഏതെങ്കിലും ഒന്നിനെ ബേസ് ചെയ്തല്ല. ടോട്ടലായിട്ട് എന്താണ് ടൂറിസം, എന്താണ് പാലം, എന്താണ് സമുച്ചയം, എന്താണ് കലയുടെ ഹബ്ബ്, എന്താണ് വിദ്യാഭ്യാസം, എന്താണ് ആശുപത്രി, ഇങ്ങനെ ഓരോന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രീവിയൻസസുകൾ മുന്നോട്ട് വെച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുക, പോരാടുക. ഇന്ന് സംഭവിച്ചത് അവസാനിക്കുന്നു.